ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ ദിവസമാണെന്ന് ഡിസംബർ 31. കഴിഞ്ഞ 12 മാസങ്ങളിലേക്ക് നോക്കിയാൽ 364 ദിവസങ്ങളിലേക്ക് നോക്കിയാൽ കർത്താവ് എത്ര വിശ്വസ്തനായിരുന്നു, എത്ര നല്ലവനായിരുന്നു, എത്ര വലിയവനായിരുന്നു. അവൻ്റെ വിശ്വസ്തതയും സ്നേഹവും കരുതലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എല്ലാറ്റിനും സർവ്വമഹത്വവും സർവ്വസ്തുതിയും ആരാധനയും എല്ലാം കർത്താവിന് ഇപ്പോൾ അർപ്പിക്കുകയാണ്. എല്ലാവരും ചേർന്ന് ഉറക്കെ ഹാലലുയ പറയാൻ തുടങ്ങിയാലും, നിങ്ങളുടെ ഇപ്പോൾ ലൈവ് ചാറ്റിലൊക്കെ ഹാലലുയ എന്നിടാൻ തുടങ്ങിയാലും കർത്താവ് എത്ര നല്ലവനാണ്. ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എന്തെല്ലാം നന്മകളാണ് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയത്, ഞങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് നൽകിയത്, ഞങ്ങളുടെ വിവാഹ ജീവിതത്തിൽ നൽകിയത്, ഞങ്ങളുടെ അതുപോലെ തന്നെ മിനിസ്ട്രി പരമായിട്ട് കർത്താവ് നൽകിയത്. അവൻ നല്ലവൻ നല്ലവൻ നല്ലവൻ, അത് മാത്രമേ പറയാനുള്ളൂ. കർത്താവ് അതിനുവേണ്ടി നിങ്ങളെല്ലാവരെയും കൂടുതൽ കൂടുതൽ കർത്താവിനെ സ്തുതിക്കുവാനൊക്കെ ആയിട്ട് ഒരുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ നമുക്ക് അംബർനാഥിൽ നിന്ന് ശശികല പിള്ളയാണ്. താങ്ക് യു കർത്താവെ. മകൻ അഖിൽ പിള്ളയ്ക്ക് 25 വയസ്സ് തികഞ്ഞപ്പോൾ മകൻ്റെ എല്ലാവിധമായിട്ടുള്ള അസുഖങ്ങളും മാറേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവിൻ്റെ കൃപ പരിപൂർണമായി വിടുതൽ ആ മകനുണ്ടാകട്ടെ. ശശികലയുടെ വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ചർമ്മത്തിലെ ചൊറിച്ചിലും സൗഖ്യമാകട്ടെ. ഭവനത്തിലെ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, അങ്ങ് കൃപ കൊണ്ട് നിറച്ചതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് വൈകുന്നേരം കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന സ്പെഷ്യൽ മീറ്റിങ്ങിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കുടുംബമായിട്ട് കടന്നു വരിക, നേരത്തെ കടന്നു വരിക. 7 മണിക്കാണ് നമ്മുടെ മീറ്റിംഗ് തുടങ്ങുന്നത്. പക്ഷേ അതിന് മുന്നമേ തന്നെ എല്ലാവർക്കുള്ള ഡിന്നറും മറ്റു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദയവായി കടന്നു വരിക. ഏതാണ്ട് 1 മണി വരെ നീണ്ടു നിൽക്കുന്ന മീറ്റിങ്ങിൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ്. ദൈവവചനം നിങ്ങൾ കേൾക്കാൻ പോകുകയാണ്. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ദൈവ പദ്ധതികൾ, പ്രവൃത്തികൾ നിങ്ങൾ അറിയുവാനായിട്ട് പോകുകയാണ്. കർത്താവ് അതിനുവേണ്ടി നിങ്ങളെല്ലാവരെയും ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകമായിട്ടുള്ള പുതുവത്സര ആശംസകൾ നേരുന്നു. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഈ ആഴ്ചയിൽ കർത്താവ് ചില പുനർനിർമ്മാണം നടത്തുന്ന ആഴ്ചയാണെന്നാണ് എൻ്റെ വിശ്വാസം. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. The anointing upon Jesus is also for rebuilding from the ancient ruins. പണ്ടുകാലത്തുണ്ടായിരുന്ന മഹത്വം, പണ്ടുകാലത്തുണ്ടായിരുന്ന പ്രതാപം, പണ്ടുകാലത്തുണ്ടായിരുന്ന ഹോൾനെസ്, വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാലത്തുണ്ടായിരുന്ന ദാറ്റ് ഗോൾഡൻ ഇറ, അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ക്രിസ്തുവിൻ്റെ മേലുള്ള അഭിഷേകത്തിന് സാധിക്കും. ഞാൻ ഈ പറയുന്നത് വാസ്തവത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? ശരിക്കും നിങ്ങളിത് മനസ്സിൽ കൊള്ളുന്നുണ്ടോ? ഇത് കേൾക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അകത്ത് ശരിക്കും കൊള്ളുന്നുണ്ടോ? എല്ലാ ദിവസവും ഒരു മോർണിംഗ് ഗ്ലോറി കാണണം, കുറച്ച് നോട്ട്സ് എഴുതണം എന്ന രീതിയിൽ പോകാതെ സംതിങ് ഹാസ് ടു റിയലി ഹാപ്പൻ ഇൻ മൈ ലൈഫ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചിലത് വെളിപ്പെട്ടേ പറ്റൂ. അങ്ങനെ ഒരു ഡീപ്പ് ഫ്രസ്ട്രേഷനിൽ നിന്നും ഒരു ഡീപ്പ് ഡിറ്റർമിനേഷനോടുകൂടെ കർത്താവിൽ ആശ്രയിച്ച് ഈ വാഗ്ദത്തം വിശ്വസിക്കാമെങ്കിൽ തിങ്സ് വിൽ സ്റ്റാർട്ട് ചേഞ്ചിങ്. പെട്ടെന്നായിരിക്കണമെന്നില്ല, പക്ഷേ കർത്താവ് ഇത് ചെയ്യും. നമ്മൾ യെശയ്യാവിൻ്റെ പുസ്തകം 61 നിൽക്കുന്നേ, 4-ാം വചനത്തിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ശരിയല്ലേ? 4-ാം വചനത്തിൽ പറയുന്നത് they will rebuild the ancient ruins. they, ആരാണ് they? അതിന് മുകളിലോട്ട് ആദ്യം മുതൽ വായിക്കണം. ദരിദ്രരോടാണ് സുവിശേഷം പറയാൻ തുടങ്ങിയത് കർത്താവ്. സമ്പന്നരോട് സുവിശേഷം പറയാനുള്ള അഭിഷേകം ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞില്ല. അപ്പൊ ദരിദ്രർ എന്ന് പറയുന്ന ആരാണ്? ഒന്ന്, ഈ ലോകത്തിൽ സാക്ഷാൽ അക്ഷരാർത്ഥത്തിൽ ദരിദ്രരായി ജീവിക്കുന്നവർക്ക് സുവിശേഷമുണ്ട്. കാരണം സുവിശേഷം മാത്രമുള്ള അവർക്കുള്ള രക്ഷ. ആരാ അവരെ ഗവനിക്കുന്നത്? ആരാ അവരെ ഉദ്ധരിക്കുന്നത്? എവിടെയെല്ലാം സുവിശേഷം എത്തിയിട്ടുണ്ട് അവിടെയെല്ലാം ഉദ്ധാരണങ്ങൾ നടന്നിട്ടുണ്ട്. കാട്ടിലാണേ പോലും, ഒരു കുഗ്രാമത്തിലാണേ പോലും, ആദിവാസികളുടെ ഇടയിലാണെങ്കിൽ പോലും സുവിശേഷം എത്തിയിട്ടുണ്ടോ? അവർ പരിഷ്കൃതരായി, വിദ്യാസമ്പന്നരായി, പണ്ടുകാലത്തൊക്കെ തലമുറകൾക്ക് മുമ്പ് കാട്ടുജാതിക്കാരായി നിന്നിരുന്ന ആളുകളുടെ അടുക്കൽ സുവിശേഷം എത്തിക്കഴിഞ്ഞപ്പോൾ അവരെ വെളിച്ചം കിട്ടിയിട്ട് ദൈവത്തെ മനസ്സിലാക്കി. അതിനുശേഷം അവർക്ക് വിദ്യാഭ്യാസം ലഭിച്ചു, അവരൊക്കെ ചിന്തിക്കാൻ തുടങ്ങി.
സ്കൂളുകളിൽ പോകാൻ തുടങ്ങി, പഠിച്ചു, വലിയവരായി. പലരും ഇന്ന് ഉന്നത സ്ഥാനങ്ങളിലായി. ആ സ്ഥലങ്ങളൊക്കെ പുരോഗതിയിലേക്ക് വന്നു. ഹലോ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? സുവിശേഷത്തിന് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ദരിദ്രർ എന്ന് പറയുന്ന മറ്റൊരു കൂട്ടർ കൂടെ ഉണ്ട്. അതാരാണ്? ആത്മാവിൽ ദരിദ്രരായവർ. എന്ന് വെച്ചാൽ സ്പിരിച്വലി ഞാനൊന്നും ആയിട്ടില്ല, നമ്മുടെ നല്ല ഭാഷയിൽ പറയുവാണെങ്കിൽ ഹംബിളായിട്ടുള്ള ആളുകൾ, വിനയമുള്ളവർ, താഴ്മയുള്ളവർ. സാമ്പത്തികമായ ദരിദ്രരും സാമ്പത്തികമായ സമ്പന്നരും എല്ലാം പെട്ടിട്ടുണ്ട്. ഈ രണ്ട് കൂട്ടർക്കാണ് ഈ സുവിശേഷം. അതിനുശേഷം ദരിദ്രര്, പിന്നെ എൻ്റെ താഴെ പറയുന്നത് കുരുട്ടുകണ്ണുകളുള്ളവർ, അന്ധന്മാർ. എൻ്റെ താഴെ പറയുന്നുണ്ട് തടവുകാര്, ബദ്ധന്മാര്, ഇങ്ങനെ. അതുപോലെ വിഷണ മനസ്സുള്ളവർ, ഡിപ്രഷനുള്ളവർ, ജീവിതം മുഴുവൻ തകർന്നു കിടക്കുന്നവർ. അങ്ങനെയുള്ളവരോടാണ് ഈ പറയുന്നത്, ദേ വിൽ, because of the anointing I have received from my Father, they will, these poor people, ex-poor people, these ex-captives, they will rebuild the ancient ruins. അവരാണ് ancient ruins പണിയുന്നത്. And restore the places long devastated. അവരാണ് ദീർഘനാളുകളായി ഡിവസ്റ്റേറ്റഡ് ആയി കിടന്നിരുന്ന സ്ഥലങ്ങളൊക്കെ പണിയുന്നത്. They will renew the ruined cities. അവരെന്ത് ചെയ്യും? തകർന്നു കിടക്കുന്ന പട്ടണങ്ങളെ അവർ പണിയും. That have been devastated for generations. അനേക തലമുറകളായി തകർന്നു കിടക്കുന്നതിനെ വരെ അവർ പണിയും എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനോട് ചേർത്ത് ഞാൻ നിങ്ങളെല്ലാവരെയും കൂടി കൂട്ടിച്ചേർത്ത് നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ പുതിയ നിയമത്തിലേക്ക് ഒന്ന് മാർച്ച് ചെയ്യാം. പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 5, അവസാന അധ്യായത്തിലേക്ക് വരിക. വേഴ്സ് നമ്പർ 10, 10-ാം വചനം ഒന്ന് വായിച്ചു നോക്കുക. സ്ക്രീനിൽ ഒരു വിഷയം നിങ്ങൾക്ക് മലയാളം കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. 10-ാമത്തേത്. And the God of all grace, who called you to his eternal glory in Christ, after you have suffered a little while, will himself restore you and make you strong, firm and steadfast. ഇതൊരു ഭയങ്കര വചനമാണ്. പത്രോസ് എഴുതുകയാണ്, The God of all grace, സകല കൃപാലുവായ ദൈവം, സർവകൃപയുടെയും ദൈവം, who called you to his eternal glory in Christ, ക്രിസ്തുവിൽ നിത്യ തേജസ്സിനായി, നിത്യമഹത്വത്തിനായി അവൻ നിങ്ങളെ വിളിച്ചു. After you have suffered a little while, ഒരു അല്പകാലം നിങ്ങൾ സഹിച്ച ശേഷം, will himself restore you and make you strong. നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി, and he will make you strong, ശക്തരാക്കി മാറ്റും. firm and steadfast, ഉറച്ചു നിൽക്കുന്നവരാക്കി, കുലുങ്ങാത്തവരാക്കി അവൻ നിങ്ങളെ മാറ്റും. ഇവിടെ 4 പ്രോമിസസ് ആണുള്ളത്. ഒന്ന്, he will restore you, അവൻ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. അപ്പൊ ആ സമയത്തൊക്കെ അന്നത്തെ സഭ ഭയങ്കരമായ പ്രയാസങ്ങളിലൂടെയും പീഡനങ്ങളിലൂടെയും പോവുകയായിരുന്നു. പക്ഷെ ഇവിടെ പറയുന്നത് he will restore you, അതിൽ നിന്നൊക്കെ കർത്താവ് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും. 2, he will make you strong, ശക്തരാക്കി മാറ്റും, ശക്തിയുള്ളവരാക്കി മാറ്റും. ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത്, പറഞ്ഞോട്ടെ, മെന്റൽ സ്ട്രെങ്ത് ആണ്. നമ്മുടെ ആത്മാവിലേക്ക് ദൈവത്തിന്റെ ശക്തി വരും. അത് സ്പിരിച്വൽ സ്ട്രെങ്ത് ആണല്ലോ. ആത്മാവ് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുകയാണ്. എന്നാൽ പണി നടക്കേണ്ടത് മനസ്സിലാണ്, അല്ലെങ്കിൽ സോൾ പാർട്ടിലാണ്. മൈൻഡ്, വിൽ, ഇമോഷൻസ്, മൈൻഡിലാണ് യഥാർത്ഥത്തിലുള്ള പണി നടക്കേണ്ടത്. ഞാനൊരു കാര്യം പറയാം. മെന്റലി നമ്മൾ വീക്കായാൽ, മനഃശക്തി നഷ്ടപ്പെട്ടാൽ, എല്ലാ ശക്തിയും നഷ്ടപ്പെട്ടു. മനഃശക്തി നഷ്ടപ്പെട്ട ഒരാൾക്ക് ശരീരത്തിന് ശക്തി ഉണ്ടെങ്കിലും കാര്യമൊന്നുമില്ല. അയാൾ തളർന്നൊടിഞ്ഞ് മൂടില്ലാതിരിക്കുക. ഇന്ന് ഞാൻ പണിക്ക് പോകുന്നില്ല, ഇന്ന് ഓഫീസിൽ പോകുന്നില്ല, ഇന്ന് ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുന്നില്ല,
കായികശേഷിയല്ല കുറഞ്ഞത്, ശരീരത്തിന് ബലമില്ലാഞ്ഞിട്ടല്ല, മനസ്സില്ല. മനസ്സിലൊരു സുഖമില്ല, മനസ്സിലൊരു സന്തോഷം തോന്നുന്നില്ല, എന്തോ ഒരു വല്ലായ്മ പോലെ, നിരാശ പോലെ. പറയാറുണ്ടോ? അവിടെയാണ് ശക്തീകരണം ആവശ്യമുള്ളത്. ഈ ശക്തി എവിടെ നിന്ന് കിട്ടും? ഉത്തരം തീർച്ചയായും പരിശുദ്ധാത്മാവിൽ നിന്ന് കിട്ടും. എന്നാൽ പ്രധാനമായും ഈ ശക്തി ലഭിക്കുന്നത് ദൈവവചനത്തിൽ നിന്നാണ്. ദൈവവചനം നമ്മുടെ ആഹാരമാണെന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട്. രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്? ഒന്ന് ലൈവ് ചാറ്റിലിട്ട് നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഇഷ്ടമുള്ളത്? പുട്ടാണോ, ഇഡ്ഡലിയാണോ, ഇടിയപ്പമാണോ, ദോശയാണോ, ഉപ്പുമാവാണോ, പുലാവാണോ, പൊങ്കലാണോ, വേറെ എന്തെങ്കിലും കുന്തറാണ്ടമാണോ? ഒന്ന് ലൈവ് ചാറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ലൈവ് ചാറ്റിലിട്ടാൽ ഞാനൊന്ന് വായിക്കട്ടെ. ഈ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച് അല്ലെങ്കിൽ ഡിന്നർ, ഇത് നമ്മളെടുത്ത് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അതിൽ നിന്നല്ലേ നമുക്ക് ശക്തി കിട്ടുന്നത്, ശരീരത്തിന് ശക്തി കിട്ടുന്നത്. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ, രണ്ടാമത് പറഞ്ഞ ശ്രദ്ധിക്കണം, അതിനെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒത്തിരി പേരും ഇങ്ങനെ എങ്ങനെയെങ്കിലും ചാപ്റ്റർ ബൈ ചാപ്റ്റർ വായിച്ചു തീർക്കാനുള്ളൊരു യജ്ഞം പോലെയാണ് ബൈബിൾ വായന യജ്ഞം. എന്നാൽ 66 പുസ്തകവും എല്ലാ പേജുകളും വായിച്ചാലും അകത്ത് ദൈവവചനത്തിൻ്റെ അകത്ത് നിന്നുള്ള എന്താ പറയുക ന്യൂട്രീഷൻ, അല്ലെങ്കിൽ ദൈവവചനത്തിന് അകത്ത് നിന്ന് കിട്ടേണ്ട പ്രോട്ടീൻ, അതിൻ്റെ അകത്ത് നിന്ന് കിട്ടേണ്ട കാർബ്സ്, ഫാറ്റ്, അതിൻ്റെ അകത്ത് നിന്ന് കിട്ടേണ്ട പരിപോഷണം കിട്ടാതെ പോയാൽ ഇയാൾക്ക് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ഇപ്പോൾ റോമാലേഖനം 12:2 ഉപയോഗിച്ചിരിക്കുന്ന രീതി അനുസരിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഇതാണ് ഇതിൻ്റെ ഒരു ബട്ടർഫ്ലൈ അല്ല ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ പുസ്തകമാണ് ദ റിന്യൂവൽ ഓഫ് ദ മൈൻഡ്. അതിൽ കാണിച്ചിരിക്കുന്ന ഒരു ബട്ടർഫ്ലൈ ആണ്. കാരണം റോമാലേഖനം 12:2 പറയുന്ന ഈ ഡു നോട്ട് ബി കൺഫോംഡ് ടു ദ പാറ്റേൺസ് ഓഫ് ദിസ് വേൾഡ് ബട്ട് ബി ട്രാൻസ്ഫോംഡ് ഇൻ യുവർ മൈൻഡ് എന്ന് പറയുന്ന ആ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളൊരു വേർഡ്, മെറ്റാമോർഫോസിസ് എന്ന് പറയുന്ന ആ വാക്കാണ്. അതായത് ഒരു പുഴു ചിത്രശലഭമായി രൂപാന്തരപ്പെടുന്ന ഒരു പുഴുവിനെ കണ്ടാൽ തന്നെ ഉറപ്പാണ് നമുക്ക് എങ്ങനെയെങ്കിലും അതങ്ങ് കളയാൻ ശ്രമിക്കും. എന്നാൽ അത് ബട്ടർഫ്ലൈ ആയിക്കഴിഞ്ഞാലോ, ബട്ടർഫ്ലൈ ആയിക്കഴിഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ അതിനെ പിടിക്കാൻ നടക്കും, ബട്ടർഫ്ലൈനെ പിടിക്കാൻ. കാരണം അത്രയ്ക്ക് അട്രാക്റ്റീവാണ്. അതിൻ്റെ ഫോട്ടോ എടുക്കാൻ പോകും. പുഴുക്കളുടെ ഫോട്ടോ എടുക്കാനൊന്നും, അത്രയധികം സെൽഫി എടുക്കാനൊന്നും ആർക്കും, പുഴുവിനോടൊപ്പം ആരെങ്കിലും സെൽഫി എടുക്കും. പക്ഷെ ഒരു ബട്ടർഫ്ലൈയെ കിട്ടുവാണെങ്കിൽ കൊള്ളാം, ഒരു ചെടിയിലൂടെ കിട്ടുവാണെങ്കിൽ വാ. ഇത്രയും വലിയൊരു രൂപമാറ്റം അവിടെ പുഴുവിനുണ്ടായി, ഒരു നല്ല ബട്ടർഫ്ലൈ ആയി അത് മാറി. ഇതുപോലുള്ളൊരു വലിയ രൂപാന്തരമാണ് മനസ്സിൽ സംഭവിക്കുന്നത്. എങ്ങനെയാണ് സംഭവിക്കുന്നത്? ദൈവവചന ധ്യാനത്തിലൂടെ. ഇപ്പം ഇവിടെ ഈ ഫോർ എക്സാമ്പിൾ ഈ വചനം പറയുവാണ്, ദ ഗാഡ് ഓഫ് ഓൾ ഗ്രേസ്, സർവ കൃപാലുവായ ദൈവം, ഹു കോൾഡ് യു ടു ഹിസ് ഇറ്റേണൽ ഗ്ലോറി ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലെ നിത്യ തേജസ്സിനായി നിങ്ങളെ വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം. ആഫ്റ്റർ യു ഹാവ് സഫേർഡ് എ ലിറ്റിൽ വൈൽ, ഒരു അല്പകാലത്തെ നിങ്ങളുടെ സഹനങ്ങൾക്ക് ശേഷം, will himself restore you and make you strong, firm and steadfast. നിങ്ങളെ ശക്തരാക്കി ഉറപ്പിച്ച് അവിടെ നിർത്തും. ഇത് ഞാനിങ്ങനെ വായിക്കുകയാണ്, the God of all grace who called you to his eternal glory in Christ, after you have suffered a little while, will himself restore you and make you strong, firm and steadfast. ഇങ്ങനെ അങ്ങോട്ട് വായിച്ചു പോയാൽ എന്തെങ്കിലും അകത്ത് പോഷണമായി കിട്ടിയോ? പലരും ബൈബിൾ വായിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത്യുന്നതനായ ദൈവത്തിന്റെ മറവിൽ വസിക്കുകയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പാരായണമാണ്. ഇതിങ്ങനെ ചൊല്ലി പറഞ്ഞു വിടാനുള്ള പരിപാടിയല്ലെന്നേ, ഇതകത്തോട്ട് ചെല്ലാനുള്ളതാണ്. അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ശക്തീകരണം വരുന്നത് മനസ്സിലാണ്. മനസ്സാണ് നമ്മുടെ 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 ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ CPU എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്.
അതിനനുസരിച്ചാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത്. അത് ഫങ്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ എല്ലാം പോയി, ഹാർഡ്വെയറും പോയി, എല്ലാം പോയി. സോ the God of all grace, who called you to his eternal glory in Christ after you have suffered. ഇപ്പോഴുള്ള കഷ്ടതകൾ അമ്മച്ചിയെ ഇങ്ങോട്ട് നോക്ക്, അപ്പച്ച ഇങ്ങോട്ട് നോക്ക്, എല്ലാ അങ്കിളുമാരും ആൻറ്റിമാരും കുഞ്ഞനുജന്മാരും എല്ലാവരും ഇങ്ങോട്ട് നോക്കി. ബോയ്സ് ആൻഡ് ഗേൾസ്, ലിസൺ ടു മീ. കർത്താവ് പറയുന്നത് ഇപ്പോഴത്തെ കഷ്ടം ഞൊടി നേരത്തേക്കുള്ളൂ. ഞൊടി നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ അല്പകാലത്തേക്കേ ഉള്ളൂ ഈ കഷ്ടം. ഇതൊക്കെ മാറുന്നേ. ഹേയ്, ഞാനാ പറയുന്നത്, നിങ്ങളുടെ കഷ്ടകാലം മാറുമെന്ന്. അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നിങ്ങളുടെ കഷ്ടകാലം മാറും. അത് അല്പകാലത്തേക്കേ ഉള്ളൂ. എന്നിട്ട് കർത്താവ് നിങ്ങളെ റെസ്റ്റോർ ചെയ്യുന്നവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ പറയാൻ വന്നത്, ഈ വചനം തലക്ക് പിടിച്ചാൽ, തലയിലോട്ട് കയറിയാൽ, മനസ്സിൻ്റെ അകത്തോട്ട് കയറിയാൽ എങ്ങനെ ഇരിക്കും? സകല കൃപയുടെയും ദൈവം, ഓക്കെ, who called you to his eternal glory in Christ. ക്രിസ്തുവിൽ നിത്യ തേജസ്സിനായി വിളിക്കുക. അപ്പൊ എന്റെ വിളി എന്താ? ക്രിസ്തുവിൽ നിത്യമായ തേജസ്. വാവ്, അതിനാണ് എൻ്റെ വിളി. ഓക്കെ, ആഫ്റ്റർ യു ഹാവ് സഫർഡ് എ ലിറ്റിൽ വൈൽ. അപ്പൊ എന്റെ കഷ്ടത കുറച്ചു നാളത്തേക്കുള്ളൂ. അത് തീർന്നാൽ വാവ്, will himself restore you and make you strong, firm and steadfast. എന്നെ ഉറപ്പിച്ചു നിർത്തി സകലവും എനിക്ക് തിരിച്ചു തരും. പിന്നെ ഞാൻ അവിടെ ഇരിക്കൂ. ഇത് വിശ്വസിക്കുവാണെങ്കിൽ, ഇത് ഉൾക്കൊള്ളുകയാണെങ്കിൽ, ഇത് ഏറ്റെടുക്കുവാണെങ്കിൽ ഞാൻ പിന്നെ അവിടെ വെറുതെ ഇരിക്കൂ. ഹലോ, വെറുതെ ഇരിക്കും. പിന്നെ അങ്ങ് തുടങ്ങുമല്ലേ. നമ്മൾ എഴുന്നേറ്റ് ഉടൻ തന്നെ ചില കാര്യപരിപാടികൾ അങ്ങ് തുടങ്ങും. മടി പിടിച്ചിരിക്കുന്ന പ്രശ്നമുണ്ടോ? നോവേ. പലപ്പോഴും ബൈബിൾ വായിച്ചെഴുന്നേൽക്കുമ്പോൾ എലി പുലിയാകുന്നത് പോലെയുള്ള മാറ്റം വരും. കാരണം അത്രയും സ്റ്റഫ് അതിനകത്തുണ്ട്, വാക്തത്വങ്ങൾ അതിനകത്തുണ്ട്. ഇനി ഇത് വായിച്ചാൽ ഇത് എനിക്കുള്ളതാണ്, ഇത് ആർക്ക് വേണ്ടി, ഈ പത്രോസ്ലീഹ ഇത് ആർക്ക് വേണ്ടി എഴുതിയപ്പാ, അന്നത്തെ ആൾക്ക് വേണ്ടി എഴുതിയതായിരിക്കാം, ഇത് ഞാനുമായിട്ട് എന്താ ബന്ധം, പിന്നെ ബൈബിളല്ലേ വായിച്ചേക്കാം എന്ന ഒരു ആറ്റിറ്റ്യൂഡിലല്ല വായിക്കേണ്ടത്. ദിസ് ഇസ് ഫോർ മീ. എന്നെ കർത്താവ് അങ്ങനെ മാറ്റൂന്നേ. മൈ ഗോഡ്, ഇത് എനിക്ക്, ഞാനിത് പറയുമ്പോൾ എനിക്ക് നിങ്ങളെ ഓർത്തിട്ട് വിശ്വാസം വരും, നിങ്ങളെ ഓർത്തിട്ട് എനിക്ക് പ്രത്യാശ വരും. വെറുതെ കർത്താവ് ഇതൊക്കെ പറയുമോ? കർത്താവ് അവിടെ 4 കാര്യങ്ങൾ പറയും. 1, ഹി വിൽ റെസ്റ്റോർ യു. 2, ഹി വിൽ മേക്ക് യു സ്ട്രോങ്, ശക്തരാക്കും. പക്ഷെ സഹകരണം വേണം. സഹകരണം വേണമെന്ന്. ഇത് സഹകരണ ബാങ്ക് പോലെയാണ് പ്രവർത്തിക്കുന്നത്, കോഓപ്പറേറ്റീവ് ബാങ്ക് പോലെ. എന്ന് വെച്ചാൽ കോഓപ്പറേഷൻ ആവശ്യമാണ് ദൈവത്തോട്. ഈ ദൈവജനെടുത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ജോഷുവ ശുശ്രൂഷ ഏറ്റപ്പോൾ ആദ്യമേ കർത്താവ് 1-ാം അധ്യായം 5-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു, ഉടൻ തന്നെ പറഞ്ഞു, ജോഷുവ നീ ഈ വചനം ഉറപ്പ് ധൈര്യമുള്ളവനായിരിക്കും. ഈ ന്യായപ്രമാണ പുസ്തകത്തിലെ ഇതെല്ലാം എപ്പോഴും നീ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. വേറെ ഒരു പരിപാടി നീ ചെയ്യണ്ട. നീ ആ സമയത്ത് ബി സ്ട്രോങ് ആൻഡ് ബി ബോൾഡ്. അപ്പൊ ഈ സ്ട്രെങ്ത്തും ബോൾഡ്നെസ് എവിടെന്നാ കിട്ടുന്നത്? ദൈവവചനം ധ്യാനിക്കുന്നതിലൂടെയാണ്. വാ. എന്നിട്ട് പറയാം 4, ഹി വിൽ എസ്റ്റാബ്ലിഷ് യു, അല്ലെങ്കിൽ ഹി വിൽ സെറ്റിൽ യു. ഉറപ്പിച്ച് നിർത്തും. കർത്താവ് നിന്നെ ഉറപ്പിച്ച് നിർത്തും. ഇതോടെ ചേർത്ത് ഒരു വചനം കൂടി എനിക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട്. സമയമുണ്ടോ? പോകല്ലേ ആരും. കേട്ടോ, ഫിലിപ്പ് ലേഖനം 1:6 എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വചനമാണ്. ഫിലിപ്പ് ലേഖനം 1:6, being confident of this, that he who began a good work in you will carry it on to completion until the day of Christ Jesus. അവിടെ പറയുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ അവസാന നാളോളം അതിനെ തികയ്ക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ ദൈവമാണ് ഒരു പ്രവൃത്തി ആരംഭിച്ചു വെച്ചത്. അങ്ങനെയെങ്കിൽ ദൈവം ഇടയ്ക്ക് വെച്ച് പണി നിർത്തുകയില്ല. ദൈവം നിർത്തില്ല, മനുഷ്യർ നിർത്താം. ദൈവം ഒരിക്കലും ഇടയ്ക്ക് വെച്ചിട്ട് ഇട്ടിട്ട് പോവില്ല, പണി നിർത്തില്ല. അവൻ പണി തുടരും. God has the spirit of a finisher. എന്തെങ്കിലും തുടങ്ങിയാൽ അത് ആരംഭിക്കും. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഉൽപ്പത്തി എടുത്ത് വായിക്കുക, വെളിപ്പാട് പുസ്തകം എടുത്ത് വായിക്കുക.
1-ാം പുസ്തകം 66-ാം പുസ്തകം എടുത്ത് വായിക്കുക. ഉൽപ്പത്തിൽ തുടങ്ങി വെച്ചിട്ട് ചില താളപ്പിഴകൾ വന്നത് വെളിപ്പാട് പുസ്തകത്തിൽ അവൻ തീർത്തു. അതിനിടയിൽ ചിലപ്പോൾ 5-6 യുഗങ്ങൾ എടുത്തെന്നിരിക്കും. 16,000 വർഷം ഒരുപക്ഷെ, അതോ അതിൽ കൂടുതൽ എനിക്ക് അറിഞ്ഞുകൂടാ, എടുത്തെന്നിരിക്കും. പക്ഷെ ഈ ആൽഫയ്ക്കും ഒമേഗയ്ക്കും ഇടയിൽ, ഈ ആദ്യത്തെ ഇനീഷ്യൽ പോയിന്റിനും ഫൈനൽ സ്റ്റേജിനും ഇടയിൽ ഈ യുഗങ്ങൾ മുഴുവൻ അവൻ വിശ്വസ്തനായി പ്രവർത്തിച്ചതിൻ്റെ പരിപൂർണതയിലെത്തിച്ചു. ആദാം ഹവ്വ അതുങ്ങളൊക്കെ പിഴച്ചുപോയി. ഇനിയിപ്പോൾ അതുങ്ങളെ ഒന്നും വിട്ടേക്ക് എന്നല്ല കർത്താവ് പറയുന്നത്. എങ്ങനെയും തിരിച്ചു കൊണ്ടുവന്നു. ഇവിടെ പാരഡൈസ് വാസ് ലോസ്റ്റ്, ഇവിടെ പാരഡൈസ് ഈസ് റീഗെയിൻഡ്. അതിനെല്ലാം കർത്താവ് തിരിച്ചു കൊണ്ടുവന്നു. ഈ ദൈവത്തെയല്ലേ നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ആശ്വസിക്കാൻ. കർത്താവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും. ഓക്കെ, ബ്ലെസ്സിംഗ് ടുഡേയുമായി പാർട്ട്ണർ ചെയ്യാൻ താല്പര്യമുള്ളവർ, ഒരുമിച്ച് ദൈവവേല ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിലെ നമ്പറിൽ വിളിക്കണം. കൈനീട്ടം പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ജനങ്ങളെ ഇപ്പോൾ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. തലയുടെ ഈ പിൻഭാഗത്തായി ഒരു പെയിൻ അനുഭവിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ യേശു സൗഖ്യമാക്കിയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ ഇങ്ങനെ കൈയുള്ളൊരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി, ചെസ്റ്റ് പെയിൻ ഉണ്ട്, ECG വേരിയേഷൻ ഉണ്ട്, ഇങ്ങനെ ഇരിക്കുന്നു. ഷർട്ട് ഇട്ടിട്ടില്ല, ഷർട്ട് ഇടാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സഹോദരൻ, പുരുഷനാണ്, ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷേ ചെസ്റ്റ് പെയിൻ ഉണ്ട്, ECG വേരിയേഷൻ ഉണ്ട്, ഹാർട്ട് സംബന്ധമായ രോഗമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹീലിംഗ് നടക്കട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇത് 2ാമത്തെ പ്രാവശ്യം എന്താണ് അതുപോലെ വരുന്നത്. പക്ഷെ കർത്താവ് ഒരു സൗഖ്യം നൽകുകയാണ്. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചു കൈനീട്ടുക. നിങ്ങളുടെ പലരുടെയും രോഗങ്ങൾ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. വിശ്വസിക്കുക. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അതുപോലെ കണ്ണുകളുടെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ, യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം നടക്കട്ടെ. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ അതുപോലെ കർത്താവ് നീ ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. ഏത് വിഷയമാണെങ്കിലും കൈനീട്ടി പിടിക്കുക. കർത്താവ് ഇവരോട് ചേർന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് ഒരു അത്ഭുതം അതിൽ ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ഒരു കാര്യം കൂടെ മറക്കല്ലേ, ഇതിൻ്റെ ലിങ്ക് എടുത്ത് എല്ലാവരും വാട്സപ്പിൽ സ്റ്റേറ്റസ് ആയിട്ട് ഇടണം. അതുപോലെ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. So see you tomorrow. Bye-bye.